വാഴൂർ മത്തായി അംശവടിയുമായി വരുന്നു. തട്ടിയെടുത്ത സ്ഥലത്ത് തറ കല്ലിടാനായി. ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ പാളയം സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അധീനതയിലുള്ളതും 100-ൽ പരം വർഷങ്ങളായി അവർ കരമടച്ച് സംരക്ഷിച്ചു പോരുന്നതുമായ തിരുവനന്തപുരം സ്റ്റാച്യുവിന് സമീപമുള്ള 20 കോടിയിൽ പരം മൂല്യമുള്ള വസ്തു ഇടവക ജനങ്ങൾ അറിയാതെ തിരുവനന്തപുരത്തെ സഹാവ് മെത്രാന്റെ ഒത്താശയോടെ വ്യാജരേഖകൾ ചമച്ച് സ്വന്തം പേരിലാക്കി ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ ഒരു പൈശാചിക കേന്ദ്രം പണിയുവാൻ തറക്കല്ലിടുവാനായി വാഴൂർ മത്തായിയും ഗുണ്ടാപ്പടയും 15-ാം തീയതി തലസ്ഥാനത്തെത്തുന്നു. തിരുവനന്തപുരം നിവാസികളായ വിശ്വാസികളിൽ നല്ലൊരു ശതമാനവും ഓണം അവധിയോടനുബന്ധിച്ച് അവരവരുടെ നാടുകളിൽ പോകുന്ന അവസരത്തിൽ വിശ്വാസികളുടെ ആരുടെയും എതിർപ്പുണ്ടാവില്ല എന്ന കണക്കുകൂട്ടലിലാണ് തിരുവോണ നാളിൽ തന്നെ തരവഴിയുമായി വാഴൂർ മത്തായി തലസ്ഥാനത്തെത്തുന്നത്. തിരുവോണ നാളിൽ മൂക്കുമുട്ടെ സദ്യ അമുക്കിയ ശേഷം 3:30-യോടെയാണ് മത്തായി വിശ്വാസികളെ കബളിപ്പിച്ചെടുത്ത പറമ്പിൽ പൈശാചിക കേന്ദ്രത്തിന്റെ തറക്കൽ ഇടുവാനായി എത്തുന്നത്. പൈശാചിക കേന്ദ്രത്തിന്റെ പണി നടക്കുമോ എന്ന് ഉറപ്പില്ലാത്തതിനാലാവണം പോസ്റ്ററിൽ അദ്ദേഹത്തിന്റെ പൈശാചിക കേന്ദ്രത്തിന്റെ വളരെ അവ്യക്തമായ രൂപമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ മത്തായി 3-ാമന്റെ രൂപം നന്നായി കൊടുത്തിട്ടുണ്ട്. വാഴൂർ മത്തായിയെ ചാണകവെള്ളം കലക്കി തളിച്ച് സ്വീകരിക്കണം എന്നാണ് ഇടവക വിശ്വാസികൾ ആദ്യം തീരുമാനിച്ചതെങ്കിലും വാഴൂർ മത്തായിയുടെ നിലവാരത്തിലേക്ക് തങ്ങൾ താഴേണ്ടതില്ലെന്നും അതുകൊണ്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിയമപരമായി പോരാടണമെന്നാണ് അവർ തീരുമാനിക്കുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് അവർ അടിയന്തരമായി തങ്ങളുടെ ഇടവകയുടെ കൈവശത്തിലും അധികാരത്തിലും അധീനതയിലും ടൈറ്റിലും ഇരുന്ന ഭൂമി വില്ലേജ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാജരേഖകൾ ചമച്ച് 2 വർഷത്തിനു മുമ്പ് മാത്രം അധികാരത്തിലെത്തിയ വാഴൂർ മത്തായിയുടെ പേരിലാക്കി കരമടച്ചത് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം മുൻസിഫ് കോടതിയെ സമീപിച്ചത്. തങ്ങളുടെ ഭൂമി തട്ടിയെടുത്ത് ഓണം അവധിയുടെ മറവിൽ നടത്തുന്ന അനധികൃത നിർമ്മിതികൾ തടയണമെന്ന ഇടവകയുടെ പരാതി കോടതി ഫയലിൽ സ്വീകരിക്കുകയും പ്രസ്തുത സ്ഥലം പോയി പരിശോധിച്ച് അടിയന്തരമായി കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കോടതി ഒരു കമ്മീഷനെ വെക്കുകയും ആ കമ്മീഷൻ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടി സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്യുകയുണ്ടായി. തുടർന്നുള്ള നടപടികൾക്കായി കേസ് ഒക്ടോബർ 4-ലേക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച കുർബാനാനന്തരം ഈ വിഷയത്തെ ചൊല്ലി പള്ളിയിൽ വലിയ സംഘർഷം നടന്നിരുന്നു. നമ്മുടെ വികാരി അച്ഛൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ച ബാവാ തിരുമേനിയുടെ കൽപ്പനയിലെ 2-ാം ഭാഗം, അതായത് ബാവാപ്പറമ്പ് അനധികൃതമായി അദ്ദേഹം കയ്യേറി നമ്മുടെ ഇടവകയ്ക്ക് ഭരണഘടനാനുസൃതം നൽകിയിട്ടുള്ള അവകാശങ്ങളെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇവിടെ കാതോലിക്ക ബാവായുടെയോ അല്ലെങ്കിൽ പരിശുദ്ധ സഭയുടെയോ ഒരു സെൻറ്റർ തിരുവനന്തപുരത്ത് വരുന്നതിന് ഇടവകാംഗങ്ങൾ ആരും എതിരല്ല, ഈ ഇടവകയും എതിരല്ല, ഒരു കാലത്തും നമ്മൾ എതിരാവുകയുമില്ല. തിരുവനന്തപുരത്ത് സഭയുടെ ഒരു സെൻറ്റർ വരണമെന്നുള്ളത് നമ്മുടെയും കൂടെ ആഗ്രഹമാണ്. പക്ഷേ നമ്മൾ ആദ്യം മുതൽ ഈ 150 വർഷമായിട്ട് നമ്മൾ പരിപാലിച്ചു വരുന്ന നമ്മുടെ മാത്രം ഈ ഇടവകയുടെ മാത്രം ചെലവിലും കാര്യക്ഷമതമായ കാര്യസ്ഥതയിലും നടത്തി വരുന്ന ഒരു സ്ഥലം നമ്മുടെ അറിവോ സമ്മതമോ കൂടാതെ അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് റെക്കോർഡുകൾ തിരുത്തി ഒരു സഭയ്ക്കും ഒരു കാലത്തും ഒരു ക്രിസ്തീയ സഭ എന്ന് പറയുന്ന ആർക്കും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അനധികൃതമായിട്ട് നമ്മുടെ ഈ സ്ഥലം കയ്യേറിയിരിക്കുകയാണ്. സഭ നമ്മളുമായി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് സഭാ നേതൃത്വത്തിന് നമ്മൾ കൊടുത്ത കത്തുകൾക്കൊന്നും യാതൊരു പ്രതികരണവും സഭാഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഏറ്റവും അവസാനം ബാവാ തിരുമേനി തന്നെ പറഞ്ഞതനുസരിച്ച് നമ്മളൊരു കത്ത് ബാവയുടെ പേർക്ക് അയക്കുകയുണ്ടായി. അതിനകത്ത് ബാവ നിഷ്കർഷിച്ചിരുന്നത് ഇത്ര മാത്രമാണ്: മാനേജിംഗ് കമ്മിറ്റി കൂടണം, മാനേജിംഗ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും ഒപ്പിടണം, നിങ്ങളൊരു പ്രപ്പോസൽ അയക്കണം, 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അതിൻ്റെ തീരുമാനം അറിയിക്കും എന്ന് ബാവ പറഞ്ഞിരുന്നു. പക്ഷേ 2 മാസമായിട്ടും ഒരു നടപടിയും, പക്ഷേ മേൽഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്ത ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ നമ്മുടെ പ്രതിഷേധം ശക്തമായിട്ട് വീണ്ടും അറിയിക്കുന്നു. നമ്മുടെ വികാരിയെയും നമ്മുടെ പട്ടക്കാരെയും ഈ വിവരം അടിയന്തരമായിട്ട് ബാവാ തിരുമേനിയെ ബോധ്യപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. 15-ാം തീയതി നടത്താനിരിക്കുന്ന കല്ലിടൽ കർമ്മം മാറ്റിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ കാര്യത്തിൽ ഈ ഇടവക ഒറ്റക്കെട്ടായി നിൽക്കും എന്നും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു.
നമ്മുടെ പ്രതിഷേധം. നമ്മൾ ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് നിരന്തരം സഭാ നേതൃത്വത്തിന് കത്തുകൾ അയക്കുകയും അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഇന്ന് വരെയും അതിനുവേണ്ടി ഒരു മറുപടി തരുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയാത്മകമായ ഒരു തീരുമാനം എടുക്കുവാനോ അവർ തയ്യാറായിട്ടില്ല. ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ബാവാതിരുമേനിയെ നേരിട്ട് സംസാരിച്ചപ്പോഴും ഈ വക കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് 15-ാം തീയതി സംഭവിക്കാനിരിക്കുന്ന കയ്യിലിരിക്കുന്ന സ്ഥലത്ത് ഇത് ഇടവകയുടെ സ്ഥലമാണ്, ഇടവകയ്ക്ക് ന്യായമായി ലഭിച്ചിട്ടുള്ളതാണ്, 150 വർഷമായിട്ട് നമ്മുടെ കൈവശാവകാശത്തിലുള്ളതാണ്. ഇവിടെ ഒരു ആത്മീയ സെന്റർ വരുന്നതിനോ സഭയുടെ ഒരു സ്ഥാപനം വരുന്നതിനോ ഒന്നിനും ഇവിടുത്തെ ഇടപാടുകളെതിരല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സഭയുടെ ഒരു സെന്റർ തിരുവനന്തപുരത്ത് വരുന്നതിന് ക്രിയാത്മകമായ എല്ലാ സഹകരണവും നൽകുവാൻ നമ്മൾ തയ്യാറാണ്. ഇത് ബാവാതിരുമേനിയെയും സഭാ നേതൃത്വത്തെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ നിഷ്ക്രിയമായ ഒരു സമീപനമാണ് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആയതുകൊണ്ട് നമ്മൾ ഇടവകയായിട്ട് ഒന്നായിട്ട് ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ തീരുമാനത്തിൽ നമുക്ക് ഉള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ അവസരം വീണ്ടും ഈ പ്രതിഷേധം ഒരിക്കൽ കൂടെ പൊതുവായ ശബ്ദത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഇടവക വികാരിയോടും ഇടവകയിലെ എല്ലാ നല്ല ജനങ്ങളോടും ഇത് സഭാ കേന്ദ്രത്തിലും സഭാ നേതൃത്വത്തെയും അറിയിക്കാനും ഇടവകയിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ഒറ്റപ്പെട്ടാണെന്ന് അറിയിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. വളരെ ഭേദപൂർവ്വം ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതിന് ഞങ്ങൾക്ക് ഖേദമുണ്ട്. പക്ഷേ ഇത് മനഃപൂർവ്വം നന്നായിട്ട് ഉണ്ടാക്കിയതല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റെപ്സും ഈ കാര്യത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ആയതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, ഇവിടെ ഒരു സെന്റർ ഉണ്ടാകുന്നതിന് സഭാംഗങ്ങളോ ഇടവകയോ എതിരല്ല. ക്രിയാത്മകമായ എല്ലാ സഹകരണങ്ങളും തരാൻ തയ്യാറാണ്. പക്ഷേ ഇടവകയുടെ സ്വന്തമായ ഭൂമി സഭയുടെ ഭരണഘടനയനുസരിച്ച് ഇടവക പൊതുയോഗമാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. ഭരണഘടന എല്ലാ സ്ഥലങ്ങളിലും പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആത്മീയ നേതൃത്വം സ്വന്തം ഇടവകയിൽ സ്വന്തം ഇടവകാംഗങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നത് ഒരു വിരോധാഭാസം ആയതുകൊണ്ട് ഈ ഇടവകയുടെ മൊത്തത്തിലുള്ള പ്രതിഷേധം ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റിയും ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ഈ സ്ഥലത്തുണ്ട്. ആൺ പെൺ ഭേദമന്യേ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര്, മാനേജിംഗ് കമ്മിറ്റിയുടെ പേര്, ഇടവകയുടെ പേര്, ഈ കാര്യത്തിലുള്ള ഞങ്ങൾക്കുള്ള അനൽപമായ മുഖാമുഖവും ഞങ്ങൾക്കുള്ള പ്രതിഷേധവും ഇവിടെ രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട വികാരിയും സഹവികാരികളും ബാക്കിയുള്ളവരും ഇതിന് വേണ്ടുന്ന ശുഷ്കാന്തിയോടുകൂടി ഈ കാര്യത്തിൽ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ഭൂമി കുംഭകോണം നടത്തി ആദ്യം നാണം കെട്ട് പദവി ഒഴിയേണ്ടി വന്ന തീവട്ടിയാണ് കത്തോലിക്ക സഭയിലെ ആലഞ്ചേരി. സ്വന്തം ഇടവകയുടെ പേരിൽ കിടന്ന ഭൂമി അവരറിയാതെ വ്യാജരേഖകൾ ചമച്ച് കരമടച്ച് തട്ടിയെടുത്ത കള്ളനായ സഭാധ്യക്ഷനെതിരെ കേസ് കൊടുക്കേണ്ടി വന്ന, ഗതികേട് പേറേണ്ടി വന്ന സഭയായി മാറുകയാണ് ഓർത്തഡോക്സ് സഭ. കൊലക്കേസ് പ്രതി, പള്ളി പിടിച്ചു പറിക്കാരൻ, സഹോദര സഭകളുമായുള്ള കലഹക്കാരൻ എന്നീ ബഹുമതികൾ കൂടാതെ ഇപ്പോൾ ഭൂമി തട്ടിപ്പുകാരൻ എന്ന പദവി കൂടി കിട്ടിയിരിക്കുകയാണ് നിതാന്ത വന്ധ്യ ദിവ്യ മഹിമശ്രീ പരിശുദ്ധ തീവട്ടി വാഴൂർ മത്തായിക്ക്. എന്നിട്ട് ഈ തീവട്ടി കാതോലിക്കയെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ കാതോലിക്ക. അമേദ്യത്തിന് അമൃത് എന്ന് പേരിട്ട പോലെ തട്ടിയെടുത്ത ഭൂമിയിൽ പണിയുവാൻ പോകുന്ന ആ പൈശാചിക കേന്ദ്രം അല്ലാതെയുള്ള മറ്റൊരു പദ്ധതിയാണ് കോട്ടയത്ത് ആരംഭിക്കുവാൻ പോകുന്ന ആയുർവേദ ആശുപത്രിയും മെഡിക്കൽ കോളേജും. ഓർത്തഡോക്സ് സഭയുടെ അജീർണം പിടിച്ച മെത്രാന്മാർ ആയുർവേദ മസാജിനായി പോകുമ്പോൾ പലയിടത്തും പണി കിട്ടുകയും പരിശുദ്ധ മെത്രായോളികളുടെ അംശപടി കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് തന്നെ പലപ്പോഴും ആശുപത്രി ജീവനക്കാർ ചവിട്ടിത്തിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സബോളക്കണ്ണൻ എന്നറിയപ്പെടുന്ന മെത്രാൻ നടുവേദനയാണെന്ന പേരിൽ ചിങ്കോലിയിൽ വന്ന് സ്ഥിരം മസാജിങ്ങും കിടപ്പുമാണ്. ഇതെല്ലാം പരിഗണിച്ചാണ് മെത്രാന്മാരെ ചവിട്ടിപ്പിഴിഞ്ഞ് വിഷമുറക്കുന്നതിനായി സഭയുടെ കീഴിൽ തന്നെ സ്വന്തമായി ഒരു ആയുർവേദ ഉഴിച്ചിൽ പിഴിച്ചിൽ കേന്ദ്രം തുടങ്ങുവാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. എങ്ങനെ മുണ്ണക്കുഞ്ഞുങ്ങളുടെ ചിലവിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ അണ്ടിപ്പരിപ്പ് നിന്ന് വീഞ്ഞും കുടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നീർക്കെട്ട് പിഴിഞ്ഞു കളയുന്നതിനായി ആരംഭിക്കുന്ന ആയുർവേദ ആശുപത്രിക്ക് പണം കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ കുനിഞ്ഞ് ആയിരങ്ങളാണ് നിൽക്കുന്നത്. സഭാധ്യക്ഷനെ എണ്ണത്തോണിയിലിട്ട് ചവിട്ടിത്തിരുമ്മുവാൻ
കാട്ടാന പരിശീലന കേന്ദ്രത്തിൽ കുറഞ്ഞത് 20 വർഷം നിന്ന് ആനയെ കുളിപ്പിച്ച് പരിചയസമ്പന്നരായ പാപ്പാൻകം തെറാപ്പിസ്റ്റുകളുടെ കയ്യിൽ നിന്നും അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാർത്തോമാ ശ്ലീഹ നേരിട്ട് വന്ന് മാമോദിസ മുക്കിയ ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന. തിരുവോണനാളിൽ തന്നെ കന്നന്തിരിവ് കാണിക്കുവാൻ തലസ്ഥാനത്തേക്ക് വരുന്ന വാഴൂർമത്തായി വ്യാജരേഖ ചമച്ചതിന് അധികം താമസിക്കാതെ തന്നെ അകത്താകും എന്നതിൽ സംശയമില്ല. കൊലക്കേസിൽ അകത്തായില്ല, പിന്നെയാ ഈ ചികള് കേസെന്ന്. അപ്പോൾ പാടിക്കോ, വന്നുവന്ന് യാതൊരു തെളിവും ഉറപ്പുമില്ലാത്ത മാർത്തോമാ സിംഹാസനത്തിൽ കുത്തിയിരിക്കും മത്തായി. അവസാനമായി ഒരു ഓണം ഓഫറുണ്ട്. മാർത്തോമാ ശ്ലീഹ ഇവിടെ വന്നുവെന്നും മാർത്തോമാ ശ്ലീഹയ്ക്ക് ഒരു സിംഹാസനം ഉണ്ടായിരുന്നുവെന്നും അത് കഞ്ഞിക്കുഴിയിലായിരുന്നെന്നും തെളിയിക്കാൻ പറ്റുന്നവർക്ക് 50 ലക്ഷം രൂപ സമ്മാനമായി നൽകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.